എല്ലാവരും ശ്രദ്ധിക്കുന്നു. സൗന്ദര്യം ഉണ്ടായിരുന്ന എല്ലാരും നോക്കിപ്പോവും. അത് കോമണാ. നമ്മളെ കുറിച്ച് ആവശ്യമില്ലാത്ത എന്തെങ്കിലും വിളിച്ചു പറയും. എന്ത് പറയാനാ? നമ്മൾ രണ്ടുപേരും തമ്മിൽ എന്തെങ്കിലും ഉണ്ടെന്ന്. ഓ, എന്തെങ്കിലും ഉണ്ടോ? മതിയാക്ക്, അവിടെ എങ്ങാനും പോയിരി. മടി കയറിയിരുന്ന പ്രശ്നമാ. ഇപ്പൊ അടുത്തിരുന്നാലും പ്രശ്നമായോ? കുടിച്ചോ, കുറെ തൊണ്ട തുറന്നല്ലേ, എനർജി വേണമായിരിക്കും. ആക്ച്വലി ഇനി ഞാൻ ഇതിന്റെ അടുപ്പ് തുറന്നു കൊടുക്കാം. നീ എന്തിനാ ഓപ്പൺ ചെയ്യുന്നേ? അതിന് വിഷ്ണു ഇല്ലേ? ഓ, അവിടെ തുടങ്ങി. മണ്ടി, നമ്മൾ എന്നെ തുറക്കുമ്പോ അതിൽ ഗോൾഡ് കോയിൻ ഉണ്ടെങ്കിൽ നമ്മളത് അടിച്ചു മാറ്റാലോ. വാട്ട് ആൻ ഐഡിയ മാഡം ജി. നീ ഇവിടെ ഒന്നും ജനിക്കേണ്ട ആളെയല്ല. ഈ ഐഡിയ എനിക്ക് കുറച്ച് മുമ്പേ തോന്നിയിരുന്നെങ്കിൽ ആ ഗോൾഡ് കോയിൻ എന്റേതായ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ തന്നെ സ്റ്റോർ റൂമിൽ പോയി എല്ലാ അടുപ്പുകളും ഓപ്പൺ ചെയ്ത് വെക്ക്. എന്നാ കോയിന് കിട്ടുമല്ലോ. വിഷ്ണു വേണ്ട കേട്ടോ. ഞാൻ ഹലോ, മാനേജറോ? സർ, ഞാൻ എന്താ ഇപ്പൊ വരാം. ഓൾ ദി ബെസ്റ്റ്. പാർട്ടി തരണം. മേ കം ഇൻ സർ? അകത്തേക്ക് വന്നു കഴിഞ്ഞല്ലോ. ഭാനുമതി പങ്കജം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ്. അതെ സർ, എന്നെ ഭാനു തന്നെ വിളിക്കാം. അതിന്റെ ആവശ്യമില്ല, കാരണം നീ ഇപ്പൊ ജോലിയിലില്ല. സർ, പ്രമോഷന് ഞാൻ അപ്ലൈ ചെയ്തത്. ജോലി എന്തിനാ? ഞാൻ പ്രമോഷൻ തരാന്ന് കരുതിയിരുന്ന, പക്ഷെ എന്ത് ചെയ്യാനാ, കഴിഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ പറഞ്ഞു മനസ്സിലാക്കി തരാൻ എന്താ ഉള്ളത്? നിന്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഫേക്ക് ആണെന്ന് മനസ്സിലായി, ഡിസ്മിസ് ചെയ്തു. എന്റേതോ? പിന്നെ എന്റെ ആണോ? കമ്പനിക്ക് ആവശ്യം ശിവകാശിയിൽ പ്രിന്റ് ചെയ്ത് കൊടുക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് സർട്ടിഫിക്കറ്റ് അല്ല, കോളേജ് തരുന്ന ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റാ. മനസ്സിലായോ? സത്യത്തിൽ നീ എത്ര വരെ പഠിച്ചിട്ടുള്ളേ? +2 പാസോ അതോ 10th ഫെയിലോ? സർട്ടിഫിക്കറ്റ് ഫേക്ക് ആവാൻ ചാൻസ് ഇല്ല സർ. ആവശ്യമില്ലാതെ വെറുതെ നുണ പറയണ്ട. സർ, എന്നെ പോലെ ടാർഗറ്റ് ആരും റീച്ച് ആയിട്ടുണ്ടാവില്ല സർ. ഒരു പ്രാവശ്യം തെറ്റ് ചെയ്ത എത്ര തലകുത്തി നിന്നാലും അത് മാറ്റിയെടുക്കാൻ പറ്റില്ല. മനസ്സിലായോ? സർ, ഞാൻ എന്റെ ജോലിയിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ഇതുവരെ ഒരു പ്രോബ്ലമും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ശരി, പ്രശ്നങ്ങൾ വരാതെ നോക്കിക്കോളാം. എന്നാൽ നീ എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. ഉറപ്പായിട്ടും സർ. എന്താ ചെയ്യണ്ടേ? നിനക്കറിയില്ലേ, നീ എനിക്ക് ഹെൽപ്പ് ചെയ്യണം, അത്രേ ഉള്ളൂ. നിനക്ക് ഹെൽപ്പിംഗ് നേച്ചർ കൂടുതലുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എനിക്ക് സാധിക്കുന്നതൊക്കെ ചെയ്യാം. അത് പിന്നെ ഒരു മിനിറ്റേ. ഹലോ സാർ, പറയണം സാർ. അതെ സാർ, ഫാക്സ് വന്നു സാർ. എന്തായിരിക്കും സാർ ആവശ്യപ്പെടുന്നത്? സാർ, ഡെലിവറി ചൊവ്വാഴ്ച രാവിലെ, അതായത് 14-ാം തീയതി. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫാക്സിലുണ്ട്, ഞാൻ നോക്കിക്കോളാം സാർ. വൺസ് അഗൈൻ ഐ വിഷ് യു വെരി വെരി ഹാപ്പി പൊങ്കൽ. വീട്ടിലുള്ള എല്ലാവർക്കും പൊങ്കൽ. പോയാ? അതെ സാർ, അത് പിന്നെ സാറിൻ്റെ അടുത്ത് ഞാൻ നേരത്തെ സെയിൽസ് സൂപ്പർവൈസറിന്റെ പ്രൊമോഷനെ പറ്റി പറഞ്ഞിരുന്നില്ലേ, അതുകൊണ്ട് അത് ഞാൻ ഈവനിങ്ങിൽ തന്നെ ഫൈനലൈസ് ചെയ്തേക്കാം സാർ. സാർ, ഒരുപാട് നന്ദിയുണ്ട് സാർ, ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. താങ്ക് യു സാർ. ഗുഡ്. ബോസിന് നിന്റെ അടുത്ത് നല്ല ഇംപ്രഷൻ ഉണ്ട്. നീ എന്നെ ഒന്ന് ഇംപ്രസ് ചെയ്താൽ മതി. ലൈഫിൽ ഓരോന്ന് കിട്ടുന്നത് അത്ര ഈസി അല്ലെന്ന് നിനക്കറിയാലോ. ഒരു പാലൊക്കെ ഇടുമ്പോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? 2 ചോദിച്ചോന്നേ. നീ നിന്റെ ബോസിന്റെ അടുത്ത് ഒന്ന് കൊടുത്താണോ വാങ്ങിച്ചത്? ഇതുപോലെ ഹെൽപ്പ് ചെയ്താണോ നീ മാനേജർ ആയത്? ഒരുപാട് സംസാരിക്കില്ലേ? കട്ടായതിനു ശേഷവും സംസാരിക്കുന്ന പോലെ അഭിനയിച്ചാൽ എനിക്ക് മനസ്സിലാവില്ല എന്ന് കരുതിയോ? എന്തോന്ന് കട്ടായെന്ന് ഞാൻ സാറിന്റെ അടുത്ത് തന്നെ സംസാരിച്ചോണ്ടിരുന്നത്. മണ്ടന്മാരാക്കാൻ ഒരുപാട് സംസാരിക്കല്ലേ, മര്യാദയ്ക്ക് പുറത്തു പോടി. നിനക്ക് ഇവിടെ ജോലിയിൽ ഒരു കോപ്പൂല. ഗെറ്റ് ഔട്ട്, ഐ സേ ഗെറ്റ് ഔട്ട്. ഡോണ്ട് വറി ബാനു, എനിക്ക് അപ്പാർട്ട്മെന്റിന്റെ മുമ്പിൽ ഭാനുമതി പങ്കജെന്നുള്ള നെയിം പ്ലേറ്റ് കാണാൻ കഴിയുന്നുണ്ട്. ഇനി എനിക്ക് ചേച്ചിയുടെ വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. ചേട്ടൻ എന്നും കള്ളു കുടിച്ചിട്ട് വന്ന് ചേച്ചിയുടെ വഴക്കുണ്ടാക്കുന്നു, എന്നോട് ഇറങ്ങിപ്പോവാൻ പറയുന്നു. മാനക്കേട് സഹിച്ച എത്ര കാലം വെച്ചാ അവിടെ. നീ ടെൻഷൻ ആകാതെ, അദ്ദേഹം എങ്ങനെയെങ്കിലും ബിൽഡറെ കൺവിൻസ് ചെയ്യും. സോറി മാഡം, ബിൽഡർ സമ്മതിക്കുന്നില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും ബാലൻസ് എമൗണ്ട് കെട്ടിട്ട് രജിസ്റ്റർ ചെയ്യാൻ നോക്ക്. അതിന് 1 മാസം കൂടി സമയം തരണം. നിങ്ങൾ കണ്ടതല്ല ഞാൻ എത്രമാത്രം കെഞ്ചിയെന്ന്. ഈ ചെറിയ എമൗണ്ട് കെട്ടാൻ പറ്റുന്നില്ല, ബാലൻസ് എങ്ങനെ അടയ്ക്കും? 1 മാസത്തെ സമയം കൂടിയല്ലേ ചോദിച്ചല്ലോ രമേശ്. മാഡം, അത്ര ടൈം ഞങ്ങൾക്ക് തരാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് പണം അടയ്ക്കാൻ കഴിയില്ല. ഇനി എന്ത് ചെയ്യണം പറയൂ. ശരി രമേശ്, വേറെ വഴിയില്ലെങ്കിൽ ഞാൻ തന്ന അഡ്വാൻസ് എനിക്ക് തിരിച്ചു തന്നേക്ക്. എന്ത് അഡ്വാൻസോ? അതെ, അഡ്വാൻസ് റീഫണ്ട് ചെയ്തേക്ക്. അഡ്വാൻസ് ഒന്നും റീഫണ്ട് ചെയ്യാൻ കഴിയില്ല. എന്തായി പറയുന്നത്?
2 ലക്ഷം രൂപയാ. ഞാൻ എത്ര പാടുപെട്ട് സമ്പാദിച്ച പൈസയാന്നറിയോ? തിരിച്ചു തരില്ലെന്ന് പറഞ്ഞ? അത് നിങ്ങൾ ആ അഗ്രിമെന്റ് സൈൻ ചെയ്യുമ്പോൾ തന്നെ ശ്രദ്ധിച്ച് വായിക്കണമായിരുന്നു. രമേശ് പ്ലീസ്. ഒരു കാര്യം ചെയ്യാം, ഒരാഴ്ചത്തെ സമയം തരാം. അതിനുള്ളിൽ കെട്ടിയില്ലെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. ഫ്ലാറ്റ് വാങ്ങിച്ചോ ബാനു? ജോലി പോയാലും നിനക്ക് ഈ വീടെങ്കിലും ഉണ്ടാവല്ലോ. ഡോണ്ട് വറി, ഈ ഫ്ലാറ്റ് നിനക്കുള്ളതാ. അതെ, എന്റേതാണ്. എന്നായാലും ഇത് എന്റേതാ. അതെ, ആ എനർജി ഡ്രിങ്ക് കമ്പനിയില് എന്റെ കോൺട്രാക്ട് കഴിഞ്ഞു. അതാ വേറെ ഏതെങ്കിലും ജോബിൽ ഷിഫ്റ്റ് ആവാന്ന് വിചാരിച്ച്. അങ്ങനെയല്ല, ഞാനെന്താ പ്ലീസ്. നിങ്ങളുടെ നമ്പർ എനിക്ക് സർവണനാ തന്നത്. നിങ്ങൾ വിളിക്കാൻ പറഞ്ഞു. കമ്പിളി കുത്തി കലാപ കലുഷിത ജീവിതമാടേണം. സ്വപ്നത്തിൽ കൂണുമില്ലേ വേററ്റു വീണുപോയാ ഏതു കൈകളാണോ താങ്ങു നൽകി തണുക്കാൻ. ഇന്ദു, പറയ് ബാനു. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 50,000 റുപ്പീസ് വേണം. സോറി ബാനു, എന്റെ അടുത്ത് അത്രയൊന്നുമില്ല. സാരല്ല, ഒരു 25,000 റുപ്പീസ് എങ്കിലും അറേഞ്ച് ചെയ്യാൻ പറ്റുമോ? സോറി ഡി, നിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഞാനൊന്ന് പറയട്ടെ, നമുക്കുള്ളത് മാത്രമേ നമുക്ക് കിട്ടൂ. നമുക്ക് വിധിച്ചിട്ടില്ലാത്തത് നമുക്ക് കിട്ടില്ലടി. പറയൂ, ദാ വരുന്നു. ഏതാ നമുക്ക് വിധിച്ചിട്ടുള്ളത്, ഏതാ നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് ട്രൈ ചെയ്താലല്ലേ അറിയൂ. കാശ് തരാൻ ആരും വരില്ല, അഡ്വൈസിന് മാത്രം എല്ലാരും വന്ന് നിൽക്കും. സ്വപ്നത്തിൽ കൂടുമല്ലേ ഏററ്റു വീണുപോയാ ഏതു കൈകളാണോ. ഇത്രയും കാലം നീ കുടിച്ചത് എന്റെ വരുമാനത്തിലാ. അതിലെന്തേലും കലർത്തി തന്ന് പറഞ്ഞയക്കും ഞാൻ. ചേച്ചി, ഒന്ന് നിർത്തുന്നുണ്ടോ? എന്തോ അടി കിടന്ന് ചിലക്കുന്ന പിള്ളേരി ഒച്ച വെക്കാതടോ. അവളെ എന്തെങ്കിലും പറഞ്ഞ് കൊന്നു കളഞ്ഞ. എന്തിനാ വെറുതെ കിടന്ന് ചലിക്കുന്നത്? എന്റെ പവർ എന്താ നിനക്ക് അറിയാം. അതൊക്കെ എനിക്കറിയാം. അറിയാതെയാണോ ഇത്രയും കാലം ജീവിച്ചത്? നീ വാ വാ, നീ വാ വാ, നീ വാ വാ. റെഡ് ഷർട്ട് ഇട്ട് ഡാൻസ് കണ്ടോ? തിമിർക്കുവാണല്ലോ. നീ വാ വാ, നീ വാ വാ, ഹീറോയിനെക്കാളും ഇവന്റെ ഡാൻസ് കലക്കി. ശരിയാ, പൊളിച്ചെടുക്കുക. ഇവ ഹീറോ ആയാലേ ഹീറോയിനെ നമ്മുടെ കൈ കിട്ടില്ല. നീ വാ വാ, അയ്യം നീ കൊണ്ട് വാ വാ, പറക്കും. നീ വാ ആ രണ്ടാമത്തെ ഐറ്റത്തിന് വരാൻ പറഞ്ഞു. മതി മതി. മതി. Thank you, sir. ഇനിയും നന്നായി ചെയ്യാൻ കഴിയുമായിരുന്നു, പക്ഷെ ആ സ്ഥലത്ത് ഒരു ഫ്ലോ കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. സാർ, പിന്നെ ഡയലോഗ്സ്. സാർ, സാറേ. എന്തുവാടേ? അതെ സാർ, ഞാൻ പറയേണ്ട ഡയലോഗ് ഡയറക്ടർ എന്റെ ക്യാരക്ടറിന് ഡയലോഗ് തന്നു എന്ന് പറഞ്ഞില്ലേ? അങ്ങനെയും പറഞ്ഞോ? ആ സാർ, ഇത് ന്യൂസ് പേപ്പറാ. അതിൽ തന്നെ ഉണ്ട്, നോക്കടേ. സാർ, അവസാനം ഇരിക്കുന്ന അതാണോ? ആ അത് തന്നെ അത് തന്നെ അത് തന്നെ. ഓക്കെ സാർ. സാർ, ഓക്കെ ഓക്കെ. അവൻ ഇവൻ യവൻ ആരായിരുന്നാലും ശരി, എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണ്. എന്തൊക്കെയാടായി പറയുന്നേ? ഇനി 2 ദിവസത്തിൽ ഓഡീഷൻ ഉണ്ടാ. ആ ഡയലോഗ് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. അതിൽ സെലക്ട് ആയ ലൈഫ് തന്നെ മാറും. ഓക്കെ, ഗുഡ്. താങ്ക്സ് ഡാ. സിനിമയിൽ ജയിക്കണമെങ്കിൽ പേഴ്സണാലിറ്റി മാത്രം പോരാ, അല്പം ഭാഗ്യവും വേണം. മലയാള സിനിമ എന്നെ അംഗീകരിക്കും എന്നുള്ള ഉറപ്പ് എനിക്ക് തീർച്ചയായിട്ടുണ്ട്. അവർ തന്ന ഡയലോഗ് സൂപ്പറായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ മാത്രം മതി. എല്ലാം പിന്നെ സക്സസ്സാ. സിനിമയിൽ എപ്പോഴും ചെറിയ സക്സസ് ആദ്യം വരിക. അതിനെങ്ങനെയെങ്കിലും സ്റ്റഡി ചെയ്ത് അതിനെ വലിയ സക്സസ് ആയി മാറ്റണം. ബോഡി ലാംഗ്വേജിനേക്കാളും ഡയലോഗാണ് ഇമ്പോർട്ടൻറ്റ്. ഡയലോഗ് അവൻ ഇവൻ ആരാണെങ്കിലും ആരാ ശോ. നീ ഇവിടെ എന്തെടുക്കടാ? 3 വർഷമായിട്ട് കാത്തിരിക്കാൻ നിന്റെ അമ്മ. എന്റെ മോനെ എപ്പോ എന്നെ കാണാൻ വരും എന്നും പറഞ്ഞ്. എന്തുവാടത്? അവിടുന്ന് ഹീറോ ആവെന്നും പറഞ്ഞ് വന്നിട്ട് ഇവിടെ വന്ന് സപ്ലയർ ജോലി ചെയ്തോണ്ടിരിക്കുകയാണോ നീ? അഭിനയം എന്ന് പറഞ്ഞ ഇത്രയൊക്കെ ഉള്ളല്ലേ? നീ ഉണ്ടാക്കിയതൊക്കെ മതി, വാ പോകാം. ഞാൻ വരില്ല മാമ.
എടാ വേണു, എത്ര നാളെന്ന് കരുതി അവള് മാത്രം തനിച്ച് ആ കട നോക്കുന്നേ? ഒരാഴ്ചയോടെ കഴിഞ്ഞാൽ ബാങ്കുകാരന്മാർ തീർച്ചയായിട്ടും ആ കട കൊണ്ടുപോകുന്ന ഉറപ്പാ. അതുകൊണ്ടാണ് ഞാനിങ്ങോട്ട് വന്നേ. ഇത്രയും ദിവസവും നീ ഒന്നും കൊടുത്തില്ലെങ്കിലും ആ കടയുള്ളത് കൊണ്ടാ അവള് കഞ്ഞി കുടിച്ചു പോന്നേ. ഇപ്പൊ അതും കൂടെ പോയാ നിന്റെ അമ്മയുടെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്ക്. ഈ സമയത്ത് നിന്റെ ലക്ഷ്യത്തെക്കാളും നിന്റെ അമ്മയുടെ മോനെ നിനക്ക് വലുത്. ഞാൻ പറയുന്ന ഒന്നും മനസ്സിലാക്കും മോനെ. നീ നന്നാവില്ലടാ. ദൈവത്തിന് പോലും നിന്നെ മാറ്റാൻ പറ്റില്ല. ഛേ, ആവശ്യമുള്ളപ്പോൾ എന്നും നീ ഞങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കും. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് സർ. എടാ ഒരുപാടങ്ങ് ഊതല്ലേ. സാറിനോട് ഞാൻ അങ്ങനെയൊക്കെ കാണിക്കൂ സർ. അന്നത്തെ മോഷണവും ഇവനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാവും തോന്നുന്നുണ്ടോ? അത്രയ്ക്ക് വലിയ ആളൊന്നും അല്ല സാറേ ഇവൻ. ആ സംഭവം ഇവൻ അറിഞ്ഞിരുന്നെങ്കിലേ അന്നേ നമ്മളോട് ഇവൻ പറഞ്ഞേനെ. നിന്റെ പേരിൽ FIR റെക്കോർഡായിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ തെറ്റൊന്നും ചെയ്തേക്കരുത് കേട്ടോ. ഇനി നീ കുടുങ്ങിയാലേ സെൻട്രൽ ജയിൽ കാണേണ്ടി വരും. ഞാൻ കുടുങ്ങില്ല സർ. അതായത് ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ കുടുങ്ങില്ല എന്ന് പറഞ്ഞാ സർ. എടാ എന്താ സർ? പോലീസുകാരോട് കളിച്ചാലുണ്ടല്ലോ പോയി കിടക്കാൻ ഒരടി മണ്ണ് പോലും കിട്ടില്ല. എനിക്കറിയാം സർ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സർ. ഓഫീസിലോട്ടൊക്കെ വന്നാൽ എങ്ങനെയാ സർ? എനിക്ക് എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ ഞാൻ ഉടനെ സാറിനെ അറിയിക്കാം. ശരിയല്ലേ സർ? ഓക്കെ സർ. ആരെങ്കിലും കണ്ടാൽ വലിയ പ്രശ്നമാണ് സർ. അതുകൊണ്ട് ഒന്ന് ടോട്ടൽ amount 50,000 ആൻഡ് ചേഞ്ച് ഉണ്ടാവും. നിങ്ങളൊന്ന് അക്കൗണ്ട് ചെക്ക് ചെയ്തേ. ചെക്കാണോ അക്കൗണ്ട് ട്രാൻസ്ഫർ ആണോ? 1 second. സർ, എംപ്ലോയി ID 7836. ഓക്കെ സർ. മാഡം, നിങ്ങൾ ബോസിനോട് സംസാരിച്ച ബെറ്റർ ആയിരുന്നു. നിങ്ങളുടെ അക്കൗണ്ട് റെസ്ട്രിക്ട് ചെയ്തിരിക്കുക. ഫൈനൽ സെറ്റിൽമെന്റ് റെസ്ട്രിക്ട് ചെയ്യണോ? എന്താ വിചാരിച്ചിരിക്കുന്നത് ഈ മാനേജർ? ചതിയായി പോയി കേട്ടോ. അയാളെ ഞാൻ വെറുതെ വിടില്ല. വാട്ട്? എടി, ഇതെന്താ നിന്റെ തന്തയുടെ ഓഫീസാണെന്ന് കരുതിയോ? എന്താടി? സോറി സർ. ഏയ്, നിന്റെ സോറി കോപ്പൊന്നും എനിക്ക് കേൾക്കണ്ട. ഒന്ന് ഇറങ്ങി പൊടിയോട്. കുമാർ സർ, എന്താന്ന് പറ. ഈ കമ്പനിക്ക് വേണ്ടി ഞാൻ എന്തുമാത്രം ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയാലോ. ഈ ഒരു പ്രാവശ്യം എന്നെ എക്സ്ക്യൂസ് ചെയ്തൂടെ സർ? പ്ലീസ് സർ, ഈ ജോലി ഇല്ലെങ്കിൽ വളരെ പാടാ സർ. ഒന്ന് മനസ്സിലാക്കൂ സർ. ബാനു, ഷീസ് മോണിക്ക. മോണിക്ക, ഷീസ് ബാനു. ഹായ്. അന്ന് നീ പോയ ഉടനെ നിന്റെ പണി ഞാൻ ഇവക്ക് കൊടുത്തു. എന്താ ഒരു ഹെൽപ്പിംഗ് എന്നറിയോ? അന്ന് നീ എന്നോട് സംസാരിക്കുമ്പോ തന്നെ ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുമെന്ന് ആലോചിച്ച് സംസാരിക്കണമായിരുന്നു. വലിയ സീത ചമഞ്ഞല്ലേ. എല്ലാം ഞാൻ മറന്നു നീ കരുതിയോ? ഈ മാളിലുള്ള എല്ലാവരോടും നിന്നെ കുറിച്ച് മൊത്തം ഞാൻ പറഞ്ഞടി. ഇവിടെ നിന്നല്ല, നിനക്ക് ഈ സിറ്റിയിൽ എവിടെ ജോലി കിട്ടുമെന്ന് ഞാൻ നോക്കട്ടെ. ആ, ഒരു ഹെൽപ്പ് ചോദിച്ചപ്പോ നിനക്ക് ഇപ്പൊ ഞാൻ നിനക്ക് ചെയ്തു തരാടി ഒരുപാട് ഹെൽപ്പ്. ഇന്നാ നിന്റെ സർട്ടിഫിക്കറ്റ്. അന്നേ നിന്റെ മുഖത്തെടുത്ത് എറിയായിരുന്നു. എടുക്കടി, എടുത്തോണ്ട് പോടി. ഇനി എന്റെ കണ്ണിന് മുമ്പിൽ കണ്ടുപോരുത്. ഇനി നിനക്ക് ഇവിടുന്ന് ഒരു ചില്ലി കാശ് പോലും കിട്ടില്ല. ഇറങ്ങിപ്പോ. ഗെറ്റ് ലോസ്റ്റ്. സർ പറയൂ സർ. എന്താ സർ? ഫാക്സ് വന്നിട്ടുണ്ട് സർ. K01886789. ഇന്നാണ് സർട്ടിഫിക്കറ്റ്. അന്നേ നിന്റെ മുഖത്തെടുത്ത് എറിയേണ്ടതായിരുന്നു.
ഈ ട്രക്കിൽ അടുത്ത് വരുന്ന ലോഡ് ബോക്സിൽ ഗോൾഡ് ബിസ്ക്കറ്റ് വരാൻ പോകുന്നുണ്ട്. അത് ഞാൻ അടിച്ചു മാറ്റും. ആ ഗോൾഡ് നിനക്ക്, ഈ ഗോൾഡൻ പാവ എനിക്ക്. The jackpot is 4 bricks of gold. 500 special gold coins ഉണ്ട്. ഇപ്പൊ തന്നെ നിന്റെ പേരിൽ FIR റെക്കോർഡായിരിക്കുക. ഇനി ഇതുപോലെ എന്തെങ്കിലും തെറ്റിയതെന്ന് അറിഞ്ഞാ ബാനു, നിന്റെ ജോലി പോയെന്നറിഞ്ഞു. സോറി. ബാനു, ആ അതന്നെ നിന്റെ ജോബ്. വിഷ്ണു അവിടെ എന്തിനായിരിക്കുന്ന? ഇവിടെ ഇരുന്നൂടെ? എന്നെ കളിയാക്കാണോ? വാന്നേ. എന്താ? മൊത്തം 4 ഗോൾഡ് ബ്രിക്സാ. 500 സ്പെഷ്യൽ ഗോൾഡ് കോയിൻസും ഉണ്ട്. വേസ്റ്റ് റൂൾസ്. എംപ്ലോയീസിന് ഒരു ഓഫറും ഇല്ല. ആ റൂൾസ് ഒക്കെ എവിടെയെങ്കിലും കള. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ നമുക്ക് അടിച്ചു മാറ്റിയാലോ? കറക്റ്റ്. മൊത്തം അടിച്ചു മാറ്റിയാലോ? ഇനി ഒരാഴ്ചക്കകം ബാംഗ്ലൂർ ടു കോയമ്പത്തൂർ ഹൈവേയില് ട്രക്ക് നമ്പർ KA01 AA6789 വരും. അതിൽ 4 ഗോൾഡ് ബ്രിക്സ്, 500 ഗോൾഡ് കോയിൻസ്. നമുക്കത് അടിച്ചു മാറ്റാം. വിഷ്ണു, ഈ ഗോൾഡ് ബിസിനസ്സിൽ നിന്റെ ഷെയർ 25%. ബിസിനസ്സോ? ഇത് വല്ലവന്റെയും വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഗോൾഡാ മോളെ. മോഷണമെന്ന് പറയും. ശരി, എന്നാ 30 എടുത്തോ. എന്നെ കണ്ട നിനക്ക് എന്താ തോന്നുന്നത്? നിനക്ക് 35, എനിക്ക് 65. 40-60 ഇതാണ് ഫൈനൽ. പൊന്നേ, എനിക്ക് നിന്റെ 1% വേണ്ട. വിട്ടേക്ക്. ചെയ്യാൻ പറ്റോ പറ്റില്ലേ? വട്ട ഗോൾഡ് ബിസ്ക്കറ്റ് അത്ര. വിഷ്ണു, ഒരു നിമിഷം ഇങ്ങോട്ട് വന്നേ. എവിടേക്കാ? ബാനു, എന്താ കാര്യം? ഒന്ന് പറ. വിഷ്ണു, ദിസ് ഇസ് ടു മച്ച്. നീ എന്നെ ചീറ്റ് ചെയ്തു. ഞാൻ നിന്നോട് എത്ര വലിയ സീക്രട്ടാ പറഞ്ഞ? സീക്രട്ട്, ചീറ്റ്, എന്താ? ഞാൻ നിന്നോട് ഗോൾഡ് റോബിംഗ് പ്ലാൻ പറഞ്ഞില്ലേ? എല്ലാം പറഞ്ഞില്ലേ? നീ പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ ഒരു മണ്ടി പോലെ സമ്മതിച്ചിട്ട് പോയി. എന്നാ നിന്നെങ്ങനെയാ വിശ്വസിക്കുന്നത്? വിശ്വസിക്കണ്ട. നീ ആ മാനേജർ കുമാറിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കില്ലെന്ന് എന്താ ഗ്യാരണ്ടി? അല്ലെങ്കിൽ നീ തന്നെ അത് അടിച്ചു മാറ്റിയാലോ? ഗ്യാരണ്ടി ഇല്ല, വാറന്റി ഇല്ല. ഞാൻ അടിച്ചു മാറ്റുന്ന ആളുമല്ല. നീ ഒന്ന് പോവാൻ നോക്കുന്നുണ്ടോ? പിന്നെ ഞാൻ വിശ്വസിക്കില്ല. ബാനു, സത്യം പറ, ഈ റോബറി പ്ലാൻ ഒരു ജോക്കാണോ അതോ സീരിയസ് ആണോ? നിനക്ക് തോന്നിയല്ലേ? ശരിയാണ്, ഞാൻ വെറുതെ തമാശയ്ക്ക് പറഞ്ഞ. ഓഹോ, അപ്പോഴാ ട്രക്ക് നമ്പറോ? വായി തോന്നുന്നു വിളിച്ചു പറഞ്ഞതാ. വിശ്വസിക്കല്ലേ, ചുമ്മാ പറഞ്ഞതാ. പാവം പൂച്ചയെ പോലെ ഇരുന്നിട്ട് മനുഷ്യനെ പറ്റിക്കാൻ നോക്കാണ് അല്ലേടി? വിഷ്ണു, കൊല്ലും കേട്ടോ. അപ്പൊ നീ പറഞ്ഞതെല്ലാം ജോക്ക് തന്നെയാണല്ലേ? അതെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ആക്ച്വലി എനിക്കൊരു സീക്രട്ട് അറിയാം. വിഷ്ണു എനിക്കൊരാളറിയാം. അയാളുടെ പേര് പോലീസ് റെക്കോർഡിലുണ്ട്.
ഇപ്പൊ പറയേ, നീ പറഞ്ഞത് ജോക്കാണോ അതോ സീരിയസ് ആണോ? നീ എന്തിനാ അറിയുന്നേ? റോബറി നീ വിചാരിക്കുന്ന പോലെ അത്ര ഈസി അല്ല. എനിക്ക് റോബറി ചെയ്തേ പറ്റൂ. എന്നെ ഹെൽപ്പ് ചെയ്യുന്നതും ചെയ്യാത്തതും നിന്റെ ചോയ്സ്. ശരി, ചെയ്യാം. എന്നാ നീ എനിക്കൊരു കാര്യം ചെയ്യണം. ഇവനും ഹെൽപ്പ് ചെയ്യാൻ പറയോ? നീ എന്നോടൊപ്പം ഡിന്നറിന് വരണം. ഡിന്നർ ആയിരുന്നോ? ഞാൻ വരില്ല. വേണമെങ്കിൽ കോഫി കുടിക്കാൻ പോവാ.